ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്നത്തെ ഒരു ഫ്രോക്കിൻ്റെ ഡിസൈനാണ്, എനിക്ക് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഷോൾ കോളർ മോഡലിലുള്ള നെക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് ഈ ഒരു പാറ്റേൺ നെക്ക് ബ്ലൗസിന് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു കാണും. അപ്പം ഇത് നമ്മളിപ്പോൾ ഒരു ഫ്രോക്കാണ് ചെയ്തിരിക്കുന്നത്. എ ലൈൻ മോഡൽ ഫ്രോക്കാണ്. ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റ് ഒക്കെ ഉള്ള ഒരു പാറ്റേൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ പാറ്റേൺ വരുന്നത്. ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് എ ലൈൻ മോഡലിലാണ്. എ ലൈൻ മോഡലിൽ വന്നിട്ട് ഫ്രണ്ടിൽ കട്ടിങ് പോലെ വന്ന് അവിടെ ചെറിയൊരു സ്ലിറ്റും താഴെ സ്ലിറ്റും കൊടുക്കുന്നുണ്ട്. ഹാഫ് സ്ലീവ് ആണ്. എന്നിട്ട് നമ്മൾ ഷർട്ടിനൊക്കെ വയ്ക്കുന്ന പോലെ ഒരു ബാൻഡ് പോലെ വെച്ചിട്ട് എന്നിട്ട് ഒരു ബെൽറ്റ് മുകളിലേക്ക് കൊടുത്ത് ബട്ടണുമായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഫ്രണ്ടിൽ പടിയുടെ അവിടെ ബട്ടൺ ഉണ്ട്. പിന്നെ എൻ്റെ കഴുത്തെന്ന് പറയുന്നത് കോളർ മോഡലാണ്. കോളറായത് ഞാൻ എൻ്റെ ഒരു ബ്ലൗസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിൽ, ഷോൾ കോളർ. ആ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ കോളർ വരുന്നത്. വളരെ നല്ലൊരു ഡിസൈനാണ് കേട്ടോ. നിങ്ങൾ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ നല്ല മെറ്റീരിയൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ്ങും ഇതാണ്. ഇതിപ്പോൾ 3 മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമേ തന്നെ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത്. നമ്മളിത് കോളർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ബാക്ക് പീസ് 1 ഇഞ്ച് കയറ്റിയാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മെഷർമെൻ്റ് എടുക്കുകയാണ്. നമ്മൾ ഷോൾഡറിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 8.5 8.5 മാർക്ക് ചെയ്യാം. ബാക്ക് പീസയിലും ഫ്രണ്ട് പീസയിലും നമ്മൾ 8.5 മാർക്ക് ചെയ്യണം. ഓക്കെ, കൈക്കുഴിയുടെ അളവും 8.5 തന്നെ എടുക്കാം. ചെസ്റ്റ് വരുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. കൈക്കുഴി നമുക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഷേപ്പ് വരുന്നത്. നെക്ക് വൈഡ് നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഷോൾഡർ സ്ലോപ്പ് 1 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിലും ഇതുപോലെ തന്നെ വൈഡ് 3 കൊടുത്ത് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ്. നമ്മൾ കൈക്കുഴി ഒന്ന് മെഷർ ചെയ്യാം. നമുക്ക് ഇത് ബാക്ക് പീസിൻ്റെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് കൈക്കുഴി വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് 8 ഇഞ്ച് കിട്ടണം. 16 ഇഞ്ചാണ്, അപ്പോൾ 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി ഫ്രണ്ട് പീസിനെ നമുക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാം. അപ്പുറത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ലാൻഡിങ് ലൈൻ വരച്ച് ഈ ഒരു നമ്മുടെ ഷേപ്പിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ഓക്കെ, അവിടെയും നമുക്ക് കൈക്കുഴി കിട്ടുന്നില്ലെന്നൊന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ, കറക്റ്റ് 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബോഡി പാർട്ട് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് പീസിൽ നമ്മൾ കട്ടിങ് കൊണ്ടുവരുന്നത് നല്ല പീസിന് മാത്രമേ കട്ടിങ് കൊണ്ടുവരുന്നുള്ളൂ. ലൈനിങ് കട്ട് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ എടുക്കാണ്. ഓക്കെ, വേസ്റ്റിൻ്റെ ലെങ്ത് വരുന്നത് 15.5 ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ 15.5 മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ വേസ്റ്റിൻ്റെ വണ്ണം നമ്മൾ എടുക്കുന്നത് 8.25 8.25 പ്ലസ് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ ലെങ്ത് വരുന്നത് 24.5. ഇതിന് നമ്മൾ ഹിപ്പ് എടുക്കുന്നത് നമ്മുടെ ബട്ടക്സിൻ്റെ അവിടെ നിന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രോക്കാണ്, സ്ലിറ്റഡ് അല്ല. അപ്പോൾ സ്ലിറ്റഡ് ആകുമ്പോഴാണ് നമ്മൾ ആ ഒരു സ്ലിറ്റ് വരുന്ന അവിടെ ഹിപ്പിൻ്റെ അവിടുത്തെ വണ്ണം എടുക്കുന്നത്. ഇത് നമ്മൾ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിറ്റ് വരുന്നില്ല. അപ്പോൾ നമ്മുടെ ബട്ടക്സിൻ്റെ ഏരിയ കവേർഡ് ആയിട്ടാണ് തന്നെ വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ വണ്ണാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പം ഇപ്പം ഞാൻ സീറ്റ് എടുക്കുന്നത് 24.5 എന്ന് പറയുന്നത്
എൻ്റെ ഹിപ്പിൻ്റെ ആ ഒരു ഇരിക്കുന്ന ആ ഒരു വശത്തെ വണ്ണമാണ് കേട്ടോ എടുക്കുന്നത്. അവിടുത്തെ ലെങ്ത് മാർക്ക് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ വണ്ണം 11.5 പ്ലസ് 2 ഇഞ്ച് കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് ഫ്ലെയർ മാക്സിമം കിട്ടുന്നത് പോലെ, ഇതിപ്പോൾ ലൈനിങ് തുണി ആയതുകൊണ്ട് ഫ്ലെയർ ഇവിടെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പീസ് ആഡ് ചെയ്ത് ഇതിങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതെല്ലാം കൂടി ഷേപ്പ് ചെയ്യാം. ചെസ്റ്റും വേസ്റ്റും കൂടി ജോയിൻ ചെയ്യാം. വേസ്റ്റും ഹിപ്പിൻ്റെ അവിടുത്തെ എണ്ണം കൂടി ജോയിൻ ചെയ്യാം. എന്നിട്ട് പിന്നെ നേരെ അത് സ്ലാൻഡിങ് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫ്ലെയറിന് വേണ്ടിയിട്ട് കുറച്ച് ജോയിൻ ചെയ്ത് കൊടുക്കും ഈ ഒരു ഭാഗം. ഓക്കെ, അല്ലെങ്കിൽ നടക്കാനൊക്കെ നമുക്ക് പാടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയർ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ താഴെ ഏറ്റവും ഫ്ലെയർ വരുന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കയറ്റി ഒന്ന് സ്ലാൻഡിങ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലേ തയ്ച്ച് വരുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കണ പോലെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിതിനെ ഈ ഒരു ലൈനിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ ഷേപ്പ് ചെയ്തത് കട്ട് ചെയ്തെടുക്കും. നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസിൻ്റെ അളവിലാണ് കട്ട് ചെയ്ത് പോകുന്നത്. ബാക്കും ഫ്രണ്ടും മാർക്ക് ചെയ്ത് വെക്കുക. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ബാക്ക് പീസിനെ എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസിനെ കുഴിച്ച് കട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നല്ല പീസ് ഈ ലൈനിങ് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ബാക്ക് പീസ് നല്ല പീസിൻ്റെ തുണിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഉൾവശമാണ് കേട്ടോ വൈറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്ക് പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പീസ് ഇട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പീസ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തു. ബാക്ക് പീസിൻ്റെ ഈ ഒരു സൈഡ് വശം നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇവിടെ നമുക്ക് വർക്ക് ഇല്ലാതെ വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമ്മൾ പീസ് കൊടുത്ത് ജോയിൻ ചെയ്ത് ഇത് നമ്മൾ ഫ്ലെയർ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എന്താ തുണി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു 1/2 ഇഞ്ച് നമ്മൾ നീക്കിയിട്ടാണ് ലൈനിങ് പീസ് വെച്ചേക്കുന്നത്. അതായത് ഫ്രണ്ട് പീസിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് മടക്കാനൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് നീക്കിയിട്ടിട്ടാണ് ഇവിടെ നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിനി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ജോയിൻ്റ് കൊടുക്കാനുണ്ട്. ഓക്കെ, നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് തുടങ്ങുകയാണ്. നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. 2 പീസ് ആക്കുകയാണ്. താഴെ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് 2 ആക്കുകയാണ്. ഒരു സൈഡ് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് അടിച്ചു. അടുത്ത സൈഡിലേക്ക് നമുക്ക് പീസ് കൊടുത്ത് മറിക്കാനായിട്ട് നമ്മൾ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള പീസാണ് ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുത്തത് നമ്മളിതാ ഇതിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് സൈഡിൽ കൂടി 1/2 ഇഞ്ചിൽ അടിച്ച് അപ്പുറത്തേക്ക് മറിച്ചിട്ട് എടുക്കുകയാണ്. നമ്മളിത് അടിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് 1/2 ഇഞ്ച് മടക്കി 1 ഇഞ്ച് വീതിയിൽ ഇതിനെ വരത്തക്ക രീതിയിൽ മടക്കി അടിക്കുക. 1 ഇഞ്ച് വീതിയിൽ നമ്മളതിനെ മടക്കി ഇപ്പുറത്തേക്ക് അടിക്കുകയാണ്. ഇപ്പം നമ്മൾ 2 സൈഡും റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ ഈ ഒരു പടി വെച്ച പീസിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് അടിക്കുകയാണ് ഈ സൈഡിൽ. ഓക്കെ,
നമ്മൾ സെൻറ്റർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ലൈനിങ്ങുമായിട്ട് വെച്ച് ഇത് കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. നമ്മൾ അരയിഞ്ച് തള്ളിയിട്ടിരുന്നു. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ അല്ലേ എന്ന്, അല്ലെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയുക കേട്ടോ. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി നമ്മൾ കഴുത്ത് കട്ട് ചെയ്യാൻ പോവാണ്. കഴുത്ത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിപ്പോൾ രണ്ട് ലൈനിങ്ങും നല്ല പീസിൽ ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിഫിലൊന്നും നമ്മൾ എടുക്കുന്നില്ല, ഇത് കോളർ ആയതുകൊണ്ട് തന്നെ. നമ്മൾ വൈഡ് നമുക്ക് 3 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴത്തേക്ക് നമുക്ക് 7 ഇഞ്ചാണ് കഴുത്തിറക്കം വേണ്ടത്. 7ൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് വരും. പക്ഷേ ഇവിടെ അടിച്ചു മറിക്കാനുള്ളത് കാരണം 7.25 മാർക്ക് ചെയ്യാം. എന്നിട്ടിത് നമ്മൾ വി ഷേപ്പിൽ മാർക്ക് ചെയ്യാം. വി ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ കഴുത്ത് വരുന്നത്. കറക്റ്റ് വി അല്ല, ഒരു ചെറിയ കർവ്ഡ് വി ആണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ ഭാഗം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇനി കഴുത്തിൻ്റെ ഭാഗം നല്ല പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൈനിങ് വെച്ചിട്ട് അടിച്ച് അതിനെ മറിച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്ക് പീസിന് നമ്മൾ ചുരിദാറിനൊക്കെ ഇടുന്ന പോലെ ജസ്റ്റ് ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ടക്ക് ഇടാണ്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ കഴുത്ത് മറിച്ചിട്ടെടുത്തു. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. ബാക്ക് പീസിൻ്റെ ബാക്കിൽ നമ്മൾ ടക്കിട്ട് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ ഷോൾഡറുകൾ, ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നമ്മൾ ഷോൾഡറുകൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുത്ത് ഷേപ്പ് ചെയ്യാണ്. നമ്മൾ ഇതാ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കോളറിനായിട്ട് ഇത് എത്ര വരുന്നുണ്ടെന്നൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടുന്ന് നമ്മൾ ടേപ്പ് വെച്ചിട്ട് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് 24ഓളം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അളവിൽ നമുക്ക് സ്റ്റിപ്പ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കോളറിനായിട്ട് 12 ഇഞ്ച് വീതിയിൽ ഫോൾഡിങ്ങോട് കൂടിയിട്ട് ഉള്ള പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് നീളത്തിൽ വീതി നമുക്ക് എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ച് വലുപ്പമാണ് വീതി എടുത്തിരിക്കുന്നത് കോളറിനായിട്ട്. ഇനി നമ്മൾ ഈ ഫോൾഡിങ് ഉള്ള വശത്തുനിന്ന് താഴേന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിനെ നമ്മൾ താഴത്തേക്ക് സ്ലാൻഡിങ് ആയിട്ട് കൊണ്ടുവരണം. താഴത്തേക്ക് ഈ ഒരു സൈഡിലേക്ക് സ്ലാൻഡിങ് ആയിട്ട് വരയ്ക്കാം. എന്നിട്ട് ഈ വരച്ചതിൻ്റെ മുകളിലേക്ക് നമുക്ക് 3 ഇഞ്ചാണ് വേണ്ടത്. 3 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ നമ്മളത് സ്ലാൻഡിങ് ആയിട്ട് തന്നെ വരയ്ക്കുക. ഇതിനെ നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് കൊണ്ടുവന്ന് ഈ മുകളിൽ നിന്ന് 3 ഇഞ്ച് വരുന്ന ഈ ഒരു പീസിനെ നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് കൊണ്ടുവന്ന് ഈ ഒരു എഡ്ജിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഇതുപോലെ നമ്മൾ ഈ ഒരു വരച്ചെടുത്ത ഈ ഒരു പീസിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ 1/2 ഇഞ്ച് കയറ്റി വരച്ചതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇപ്പം നമുക്ക് ഇതുപോലെ ഒരു പീസാണ് കിട്ടിയേക്കുന്നത്. ഇതിനെ നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ തുണിയിലേക്ക് ഒട്ടിച്ചെടുത്തിട്ട് കഴുത്തേലേക്ക് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ കഴുത്തിലേക്ക് വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്ത രീതിയിലാണ് കോളർ വരുന്നത്. നമ്മുടെ ഷർട്ടിൻ്റെ കോളർ പോലെ ഫോൾഡ് ചെയ്ത പോലെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, നമ്മൾ വെട്ടിയെടുത്ത സ്റ്റിഫിനെ തുണിയിലേക്ക് ഒട്ടിച്ച് 2 സൈഡിലും പീസ് വെച്ച് അടിച്ച് മറിച്ച് എടുത്തതാണ്. നമ്മൾ സാധാരണ കോളറിനെ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ.
എന്നിട്ട് ഇതിനി നമ്മൾ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. കറക്റ്റ് കോളറിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇതാണ് ബാക്ക് പീസിൻ്റെ സെൻറ്റർ വരുന്നത്. ആ വശം ഈ വശം കൂടി ജസ്റ്റ് ഇവിടുന്ന് ബാക്ക് പീസ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് പീസിലേക്ക് വരുമ്പോൾ ഇതിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ഒരു പീസ് മുകളിലേക്ക് വെച്ച് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് ഇത് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് പീസിലേക്ക് കയറുമ്പോൾ നമ്മൾ അത് കോളറ് അടിയിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോവുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നമ്മൾ തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ കോളർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ സ്ലീവും അറ്റാച്ച് ചെയ്തു. സ്ലീവിൻ്റെ അറ്റത്ത് നമ്മളിതുപോലെ ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുത്ത് അവിടെ ഇത് തുണി കൊണ്ട് പൊതിഞ്ഞ ബട്ടണും വെച്ചു. സെൻറ്റർ ഭാഗത്തും നമ്മൾ ബട്ടണുകൾ വെച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിസൈനും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്